ഒരു പെൺകുട്ടി ഇംപ്രസ് ചെയ്യുന്ന ഒരു ആൺകുട്ടിക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അതാണ് നമ്മുടെ എന്താ ചോദ്യം. അപ്പൊ ഈ ചോദ്യം നമ്മൾ ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇപ്പോഴും ചോദിച്ചു നോക്കാം, എന്താണ് ആ ഒരു ഇംപ്രഷൻ കിട്ടുന്ന ഒരു കാര്യം എന്നുള്ളത് നമുക്ക് പെൺകുട്ടിയോട് ചോദിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് എങ്ങനെയാണ് ഇംപ്രസ് ആവുക? നിങ്ങൾ എന്തിലാണ് ഇംപ്രസ് ആവുക? ഒരു ബോയ് നിങ്ങൾ അട്രാക്ട് ആവാൻ? മേബി സ്വഭാവത്തിലായിരിക്കും. എവിടെയോ സ്വഭാവം സ്വഭാവം നന്നായിട്ടിരിക്കണം. അപ്പൊ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? പൊക്കം ഉണ്ടാവണം, അല്ലെങ്കിൽ നല്ല മസിൽ ഉണ്ടാവണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി വേണം അല്ലെങ്കിൽ പ്രൈവറ്റ് ജോലി വേണം, എന്നാലാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളുടെ കൂടെ പോയാലാണ്. അപ്പൊ എങ്ങനെ ജോലി നിർബന്ധമായിട്ട് വേണമെന്നുണ്ടോ? നമ്മളെ നോക്കാൻ അവർക്ക് സാധിക്കണം. അത് ഇന്ന ജോലി അങ്ങനെയൊന്നുമില്ല. പ്രൈവറ്റ് ജോബ് ആയാലും കുഴപ്പമില്ല, ഗവൺമെന്റ് ജോലിയാണ് നിർബന്ധം. എന്ത് ജോലിയായാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെയോ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് ജോലി വേണമെന്ന് അത്യാവശ്യം. ജോലി വേണമെന്ന് അത്യാവശ്യമില്ല, താൻ നോക്കിക്കോളൂ, കുഴപ്പമില്ല. ആൾക്ക് ജോലി ഇല്ലെങ്കിൽ ആളെ ഹൗസ് ഹസ്ബൻഡ് ആയിട്ടിരുന്നോളൂ, കുഴപ്പമില്ല. എന്താ സ്വഭാവം അത് നാച്ചുറൽ അത് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യാം. എന്റെ അഭിപ്രായം അത് തന്നെ. ഇപ്പൊ നിങ്ങളിപ്പോ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എങ്ങനെയുള്ളവരായിട്ട് നിങ്ങൾ ഇംപ്രസ് ആവാം? അതായത് പൊക്കം വേണോ, നിറം വേണോ, അതോ നല്ല ജിം ബോഡി വേണോ? ലുക്കിലല്ലല്ലോ, ലുക്ക് നോക്കി വരുമ്പോഴേക്കും ക്യാരക്ടർ ശരിയാവൂല. അപ്പൊ പിന്നെ ലുക്ക് എന്നാലും ഒരു ലുക്ക് നമ്മൾ നോക്കുന്ന ലുക്ക് തന്നെ ആയിരിക്കും ഒബ്വിയസ്ലി. പക്ഷെ ക്യാരക്ടർ നോക്കിയിട്ടായിരിക്കും ഒരു പെൺകുട്ടി ഒരാളെ ചൂസ് ചെയ്യാൻ, അല്ലാണ്ട് ലുക്ക് വൈസ് അല്ല. നമ്മ എല്ലാവരും ഇപ്പൊ ഒരാളെ കാണാൻ ഭംഗിയുള്ളൂ, അപ്പൊ നമ്മൾ അവർ ഒബ്വിയസ്ലി നോക്കും. പക്ഷെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ അയാളെ ഇതാക്കുന്നത്, വിലയിരുത്തുന്നത്. പക്ഷെ നിങ്ങൾ ജീവിക്കണമെങ്കിൽ ഇപ്പൊ പണം വേണം, അല്ലെങ്കിൽ ഒരു ജോലി വേണം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി വേണം, അങ്ങനെയൊക്കെ ഒരു നിർബന്ധമുണ്ടോ? പിന്നെ ഇന്ന ജോലി വേണം എനിക്ക് നിർബന്ധമുണ്ട്. കാരണം ഇപ്പൊ ഈ കാലഘട്ടത്തിൽ രണ്ടുപേരും ജോലി ഇല്ലാണ്ട് ജീവിക്കാന്ന് പറയുന്നത് അത് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ ഒരു ഫാമിലി കൊണ്ടുപോകണമെങ്കിൽ രണ്ടുപേർക്കും ജോലി വേണമെന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. എന്താണ് ഒപ്പീനിയൻ? ജോലി വേണമെന്ന് നിർബന്ധം? ജോലി വേണം, ജോലി ഇല്ലാണ്ട് പറ്റില്ല. ജോലി എന്തായാലും വേണം. ഇപ്പൊ നിങ്ങൾ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്താലാണ് നിങ്ങൾ ഇംപ്രസ് ആവാം? ലോയലായിരിക്കണം. ലോയലായിട്ടിരിക്കണം. പറഞ്ഞൊന്നുമില്ലേ ഇംപ്രസ് ആവാനായിട്ട്? പെട്ടെന്ന് ജസ്റ്റ് ഇംപ്രസ് ആക്കിയാൽ മതി. തന്നെ ഇംപ്രസ് ആക്കാനായിട്ട് ഒരു ബോയ്ക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇംപ്രസ് ആക്കാനായിട്ടൊന്നും ചെയ്യാതിരിക്കണായിരിക്കും ബെറ്റർ. ഇവിടെയോ ഒന്നുമില്ല ആൻസർ ഇല്ല ഇതില്. അതെ, നിങ്ങളിപ്പോ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അട്രാക്റ്റഡ് ആവുക? നോക്കാറില്ല. പിന്നെ പൊക്കം വേണം, അല്ലെങ്കിൽ മസിൽ വേണം, ഒന്നുമില്ല. പിന്നെ ജോലി വേണമെന്ന് പോലുമില്ല. ഒന്നിനും സെലക്ടീവ് അല്ല. ഇവിടെയോ ജോലി വേണം, ഗവൺമെന്റ് ജോലി വേണമെന്നൊക്കെ നിർബന്ധം. പൈസ ഉണ്ടാക്കാൻ അറിയണം. ഇവിടെ ലുക്ക് വൈസ് നോക്കാറുണ്ടോ? എന്തെങ്കിലും ഒന്നുമില്ല. പറഞ്ഞോ, നിങ്ങൾ ഇംപ്രസ് ആയിട്ട് എന്താണ് ഒരു ബോയ്ക്ക് ചെയ്യാൻ പറ്റുക? ഈഗോ ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ഇൻട്രസ്റ്റ് തോന്നും. ഈഗോ ഇല്ലാത്ത ആൾക്കാരെ കാണുമ്പോ. അപ്പൊ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹൈറ്റ് വേണം, അല്ലെങ്കിൽ നല്ല മസിൽ വേണം. ഇമ്പോർട്ടന്റ്. എന്നാലും ലുക്ക് വൈസ് നോക്കാറില്ലേ? ലുക്ക് വൈസ് അല്ലേ? ആദ്യം ക്യാരക്ടർ കാണാൻ പറ്റില്ലല്ലോ, സംസാരിച്ചാലേ ക്യാരക്ടർ കാണാൻ പറ്റുള്ളൂ. ഒരാളായിട്ട് ഇംപ്രസ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ നോക്കാന്ന് ചോദിച്ചത്? ഇവിടെ ഇൻവേർട്ടറായിട്ട് മിണ്ടൂല. അപ്പൊ എങ്ങനെയാണ് ഇംപ്രസ് ആവാ ഈ ഇൻട്രോവേർട്ടുകൾ? ഇങ്ങോട്ട് സംസാരിക്കണ പോലെ ഇരിക്കും. തന്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കാൻ വന്നാൽ താനും ഇംപ്രസ് ആവും. അങ്ങനല്ല, നമുക്ക് സംസാരിക്കുമ്പോ ചെറുതായിട്ടൊക്കെ മനസ്സിലാവുമല്ലോ സ്വഭാവം. ചെറിയൊരു ഇതൊക്കെ കിട്ടുമല്ലോ, അപ്പൊ ഓക്കെ ആക്കിയിരിക്കും. അപ്പത്തൊരു പോലെ ഇരിക്കും. ഇവിടെയോ ടെൻഷനാണ്. ഓക്കെ ഓക്കെ, അത് നന്നായിട്ട് പെരുമാറാ, റെസ്പെക്ട് കൊടുക്കുക, റെസ്പെക്ട് ചെയ്യുക, ഇക്വാലിറ്റി, നമ്മുടെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ട്, അതിനെയും കൂടി ഫുള്ളി സപ്പോർട്ട്. ഡാൻസ് കളിപ്പിക്കണം തന്നെ അങ്ങനെയല്ല, ഐ മീൻ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയല്ല, എനിക്കറിയാം, അതിനൊരു കഴിവാണല്ലോ, അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ ലുക്ക് വൈസ് ആണെങ്കിൽ എങ്ങനെയാ നോക്കുക? ഹൈറ്റ് വേണമെന്നുണ്ടോ, നിറം വേണമെന്നുണ്ടോ, അതിന് നല്ല ജിം ബോഡി വേണമെന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും നോക്കും? ലുക്ക് വൈസ് എങ്ങനെയാണ് നോക്കാറ്? മേൽപ്പറഞ്ഞ കാര്യങ്ങളുണ്ടോ? മേൽപ്പറഞ്ഞ കാര്യം, അണ്ടർസ്റ്റാൻഡിങ്, ബഹുമാനം. അതെ, ലുക്ക് വൈസ് നിങ്ങൾ നോക്കാറേ ഇല്ല? പക്ഷെ എന്നാലും അങ്ങോട്ട് പോവില്ല. ഓവർ ഹൈറ്റ് അതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ ഗവൺമെന്റ് ജോലി വേണം, അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഗവൺമെന്റ് ജോലി വേണം, നന്നായിട്ട് സമ്പാദിക്കണം, ഇത്ര രൂപ സാലറി ഉണ്ടായാലൊക്കെയാണ് ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുന്ന പെൺകുട്ടികളുണ്ട്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അങ്ങനെയില്ല, ഞാൻ സമ്പാദിക്കുമല്ലോ.
താൻ നോക്കിക്കോളൂ. എവിടെയോ നോക്കിയാ മതി വലിയ ജോലി ഇങ്ങനെ അത്ര ശമ്പളം അങ്ങനെ ഒന്നുമില്ല നോക്കിയാ മതി. നോക്കിയാൽ മതി.